21. ശരിയാലേ, എന്ത് പ്രശ്നമൊക്കെ ഉള്ളത്? അത് കേട്ടതും അത്ഭുതത്തോടെ അവൾ തന്നെ ചോദിച്ചു. ഇതാ ഇത്രയേ ഉള്ളു കാര്യം, അതിനാണ് വെറുതെ മുഖവും വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് നടക്കുന്നത്. ഹിഹി സോറി. അവൾ പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്രയും നാളും എന്തിനാ ഈ ദേഷ്യമെന്ന് എനിക്കും അറിയില്ല. വെറുതെ ഒരു കളി തമാശയായേ ഞാനും എടുത്തിട്ടുള്ളൂ. ഇപ്പോഴാണ് അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത് തന്നെ. അപ്പോ ഇനി നമുക്കിടയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷേ നമുക്കിടക്ക് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കണം കേട്ടോ. അതിന് പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. എന്നാ ഓക്കെ, സെറ്റ്. അപ്പോ ഇനി മുതൽ നമ്മൾ കൂട്ടുകാർ. വിട്ടുകിടന്നിരുന്ന അവൾ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവരും ഒരു പുഞ്ചിരിയോടെ കൈ കൊടുത്തു. ഇതേ സമയം അഭിരാമിയും ആദിദേവും എന്തൊക്കെയായിരുന്നു ഉച്ചവും ക്ലാസ് വെച്ച് ശബ്ദമുണ്ടാക്കിയുള്ള നാടകവും. ഇപ്പൊ എന്തായി? ദേ, ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന്. അതിന് ഞാൻ പറഞ്ഞു നിന്നോട് ഉറങ്ങണ്ട എന്ന്. ഇങ്ങനെ ചെവിയുടെ അടുത്ത് വന്ന് കള പറഞ്ഞ ഞാൻ എങ്ങനെയാ ഉറങ്ങുക? കണ്ണുകൾ അടിച്ചുകൊണ്ട് ഞങ്ങൾ മനുഷ്യന്മാർ പൊതുവേ ഉറങ്ങാം. നിങ്ങൾ എങ്ങനെയായെന്ന് എനിക്കറിയില്ല. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അവളുടെ കയ്യിൽ കിട്ടിയ തലേണി വെച്ച് അവനിട്ടൊന്ന് കൊടുത്തു. ഓഹോ, അത്രക്കായോ? ആദിദേവ് അവനും തലേണെടുത്ത് അവൾക്കിട്ടൊന്ന് കൊടുത്തു. തിരിച്ച് അവളും അവനിട്ടൊന്ന് കൊടുത്തു. അവസാനം പരസ്പരം തലേണ വെച്ച് അവർ തല്ലുമ്പോൾ എപ്പോയോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അതേപോലെ അവനിലും ഉണ്ടായിരുന്നു. പരസ്പരം തലേണയുടെ തല്ലുണ്ടാക്കുന്നതിൽ അവർ അരം കൂടി വന്നു. പരസ്പരം തല്ലി അയ്യോ ഞാൻ ക്ഷീണിച്ചു. അവൾ അതും പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ കിടക്കയിലേക്ക് കിടന്നു. ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്ത് കിടന്നു. ക്ഷീണിച്ചോ? ഇപ്പൊ മനസ്സിലായോ ആരാ സ്ട്രോങ് എന്ന്? ആദിദേവ് ഓ മനസ്സിലായി. അഭിരാമി അതും പറഞ്ഞ് അവനെ നോക്കി അവളെയും പരസ്പരം പുഞ്ചിരിയോടെ നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ചാടി എണീറ്റു. അല്ല, നമ്മൾ തമ്മിൽ വഴക്കല്ലായിരുന്നില്ലേ? അതിന് അപ്പോ ഇപ്പൊ തമ്മിൽ പുഞ്ചിരിച്ചതോ? അത് കേട്ടതും അയാൾ പുഞ്ചിരിയോടെ എണീറ്റു. നമ്മൾ പരസ്പരം ഇങ്ങനെ വഴക്കിടുമ്പോൾ നിനക്ക് എന്താ ഉണ്ടായേ? സന്തോഷമല്ലേ? അവൻ സൗമ്യമായി ചോദിച്ചു. അവൾ നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ 4 പേരും ഞങ്ങൾ 4 പേരോടും റിവെഞ്ചുകൾ എടുത്ത് മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കേ അതുകൊണ്ട് നഷ്ടമുള്ളൂ. നീയോ ഞാനോ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കോ നിനക്കോ അറിയില്ലല്ലോ. ഉള്ള കാലം പരസ്പരം തുറന്ന് പറഞ്ഞ് ഹാപ്പിയായി ഇരിക്കുവല്ലേ വേണ്ടത്. ആദിദേവ് നല്ല രീതിയിലുള്ള അവന്റെ സംസാരം കേട്ട് അവളും ഒരു ഞെട്ടലോടെ അവനെ കേട്ടു. അതിൻ്റെ ഇടയിൽ വെറുതെ എന്തിനാ ഈ ദേഷ്യമെല്ലാം? ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഹാപ്പിയായി ജീവിക്കണം. അത് ഇങ്ങനെ വൈകിട്ടാണോ തീർക്കേണ്ടത്? അതൊക്കെ നിൽക്കട്ടെ, നിനക്ക് എന്താ പ്രശ്നം? അന്ന് കിഡ്നാപ്പ് ചെയ്തതിൻ്റെ ദേഷ്യമാണോ? നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായ്ക്കുണ്ടാക്കി സന്തോഷത്തോടെ അങ്ങ് ജീവിക്കാം. അല്ലാതെ വായ്പ് മാത്രമാകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടോ? അതും ശരിയാ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് വീണ്ടും തലേനെ കൊണ്ട് ഒരു ഫൈറ്റ് നടത്തുമല്ലേ? ഞാൻ റെഡിയാ. അതും പറഞ്ഞ് 2 പേരും പുഞ്ചിരിയോടെ തന്നെ വീണ്ടും തലേനെ കൊണ്ട് തല്ലാരംഭിച്ചു. അവരുടെ പൊട്ടിച്ചിരികൾ ആ മുറിയിൽ ഉയർന്നു കേട്ടു. ആദിജിത്തും ദീപവും ഉറപ്പാണോ? അതെ, നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. ആദിജിത്ത് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ അവളെ പൊക്കിയെടുത്തു. എന്തി കാണിക്കുന്നേ? എന്നോട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ദീപു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കണ്ട് അവളൊന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നീ പേടിക്കണ്ട, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അതിൽ ഇരുത്തി കൂടെ അവനും ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. ദീപു ആദ്യം നിന്നോട് വലിയ ഇഷ്ടം ചോദിക്കുന്നു. നിന്നെ തല്ലിയതിന് എൻ്റെ തല്ലുകൾ നിന്നെ നോവിച്ചിരുന്നു എന്ന് ചോദിക്കുന്നില്ല. നോവിച്ച് കാണുമെന്ന് എനിക്കറിയാം. കാരണം അറിഞ്ഞു തന്നെയാണല്ലോ നിന്നെ തല്ലിയത്. ആദ്യമായി നിന്നെ ശ്രദ്ധിക്കുന്നത് അത്ഭുതത്തോടെയായിരുന്നു. അന്ന് നിന്നെ അവിടെ കണ്ടപ്പോൾ, അതായത് കല്യാണത്തിൽ നിന്ന് പിന്നെ ലേബറിൽ വെച്ച് കണ്ടത്, അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ. പക്ഷേ അത് വീഡിയോ ആയി പ്രചരിപ്പിച്ചതൊന്നും ഞാനല്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് റീച്ച് കിട്ടാൻ ആളുകൾ കാണിക്കുന്ന പണിയാ. ആ വിനയൻ്റെ മക്കളാണ് നിങ്ങളെന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയാ
ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുക എന്ന് വിചാരിച്ചാണ് അന്ന് നിങ്ങളോട് ദേഷ്യം കാണിച്ചത്, അല്ലാതെ അറിഞ്ഞുകൊണ്ടല്ല. കാരണം നന്ദനച്ചൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ മുറപ്പെണ്ണ് അത് നിങ്ങളെല്ലാം തന്നെയാണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടേ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാ നിന്നെ. ഇഷ്ടമായിരുന്നു ഒത്തിരി, അന്നും ഇന്നും എന്നും. അത് കേട്ടതും ദീപു ഒന്ന് ഞെട്ടി. നിന്റെ വേദന അറിയാത്തത് കൊണ്ടല്ല, അതെല്ലാം മറന്ന് എന്നെ സ്വീകരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നുമില്ല. അതിന് പകരം നിനക്ക് എന്താണ് എന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷേ എന്നെ വിട്ടു പോകരുത്. ഈ സ്നേഹം കുഞ്ഞുനാൾ തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അവൾ തിരിഞ്ഞു നിന്ന് തന്നെ അതെല്ലാം കേട്ടു. അവളത് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പക്ഷേ അവളുടെ ചുണ്ടിലുള്ള ഒരു കുഞ്ഞു പുഞ്ചിരി അവൻ കണ്ടതുമില്ല. അപ്പോ എന്നെ കയറി ഉമ്മ വെച്ചതോ? പെട്ടെന്ന് തിരിഞ്ഞു കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരി വന്നു. അത് പിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, ഇനി ചെയ്യില്ല. ഇപ്പോൾ ഓക്കെ ആണോ? അങ്ങനെ ചോദിച്ചാൽ ഓക്കെയാണ്, ബട്ട് എന്തെങ്കിലും പറയാം. എന്നും ഇങ്ങനെ മിണ്ടിയാൽ മതി. എന്നാ എനിക്ക് അന്ന് ചെയ്തതിനെല്ലാം പകരമായി എനിക്ക് ദീപം അങ്ങ് അവനെ കടിച്ചു. വേദന സഹിക്കാനാവാതെ അവൻ ശബ്ദമുണ്ടാക്കിയതും അവൾ നിർത്തി അവനെ നോക്കി ഒന്ന് വിളിച്ചു. നീ ശരിക്കും വല്ല പട്ടിയുടെയുമായിരുന്നോ? എന്ത്? അല്ല സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയവുമില്ല, ഉറപ്പിച്ചു ഇത് പട്ടീൻ്റെ കുഞ്ഞ് തന്നെ. എനിക്ക് അടിക്കണോ? ഒന്ന് കടിച്ച ക്ഷീണം മാറിയിട്ടില്ല. നാളെ പോയി വല്ല സൂചി അടിക്കേണ്ടി വരുമോ എന്തോ. പേടിയുണ്ടോ? ഹേ, എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് എന്ത് വന്നാലും നീ ഉണ്ടല്ലോ നോക്കാൻ. അയ്യടാ, എൻ്റെ പട്ടിയെ കിട്ടും അതിന്. അതിനോട് തന്നെയാ പറഞ്ഞതും. എന്ത് എന്ത് കേട്ടില്ല. എന്ത്? ഓ, നീ ഇവിടെ ഒന്ന് ഇരുന്നേ. അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അവളെ അവൻ അടുത്തിരുത്തി. ഇനി മുതൽ കൂട്ടുകാരല്ലേ നമ്മൾ? ആവണം. അത് ശരി, എന്നെ കടിച്ച് ഇപ്പൊ നീ വാക്ക് മാറ്റിയാൽ ഞാനും തിരിച്ച് കടിക്കും. അയ്യോ, എന്തേ പേടിച്ചോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവൾ പെട്ടെന്ന് ബാഹുകൾ മാറ്റി പറഞ്ഞതും എന്നും അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ഉമ്മ എനിക്ക് തോന്നുമ്പോൾ എല്ലാം വെച്ച് എന്നിരിക്കും. ഇതാ ഇതുപോലെ. അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് ഉമ്മ വെച്ചതും അവൾ ബാ പൊളിച്ചു നിന്നു. അത് ശരി, ഇനി വെച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാനാ? നിന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വെക്കാൻ തോന്നുക. അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞത്. അയ്യടാ, ഞാനും കാണിച്ചു തരാം. അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവൻ കവിളിലൊന്നും കടിച്ചു. എന്നിട്ട് ചാടി. ദീപു അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ഞെട്ടൽ മാറി അവൻ എണീറ്റതും അവൾ മുറിയിലേക്ക് ഓടി. കൂടെ തന്നെ അവരും. നിക്കടി, നിൽക്കാനല്ലേ പറഞ്ഞ്? അയ്യടാ, നിൽക്കൂല. രണ്ടുപേരും ആ മുറി മുഴുവൻ ഓടി നടന്നു തന്നെ പറയാം. ദീപു കിടക്കയുടെ ഒരു ഭാഗത്തും മറ്റേ ഭാഗത്തുമായി നിന്നു. ദേ, ഞാൻ കുയങ്ങിട്ടോ? അയ്യടാ, വേണമെങ്കിൽ വന്നെന്നെ പിടിക്ക്. അവൾ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചതും അവൻ പെട്ടെന്ന് കിടക്കയിലേക്ക് ചാടി അവളെ അരയിലൂടെ പിടിച്ചങ്ങ് വലിച്ചു. അവൾ നേരെ പോയി കിടന്നത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ണിലേക്ക് നോക്കി. അവൻ്റെ നെഞ്ചിലാണ് അവളെന്ന് അവൾ മറന്നിരുന്നു. പരസ്പരമുള്ള നോട്ടം എപ്പോഴോ രണ്ടുപേരുടെയും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നൽകിയിരുന്നു. പരസ്പരമുള്ള ആ നോട്ടം പിൻവലിക്കാനാവാതെ അവർ അങ്ങനെ കിടന്നു. ഇടയിലെപ്പോഴോ അവളുടെ മുഖവും തമ്മിൽ അടുത്തിരുന്നു. ഇവിടെ ദേവുവും അഭിജിത്തും. ദേവു മുറിയിലേക്ക് വന്നതും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് ഒരു തലേണയും ബെഡ്ഷീറ്റും എടുത്ത് പോകാൻ ഒരുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അഭി മുറിയിലേക്ക് വരുന്നത്. നീ എങ്ങോട്ടാ? ഒരു സൽക്കാരത്തിന് പോകുക. എന്തേ പോരുന്നു? എന്നെ കൂട്ടാതെ നിന്നെ ഒറ്റക്കാണോ വിളിച്ചേ? ഭർത്താവായ എന്നെ വേണ്ടേ? അത് കേട്ടതും അവൾ തിരിഞ്ഞ് അവനെ ദേഷ്യത്തിൽ ഒരു നോട്ടം നോക്കി. ഇങ്ങനെ നോക്കാതെ ഞാൻ പേടിച്ചു പോകും. നീ എന്താ ആളെ കളിയാക്കുവാണ്? അപ്പോ നിനക്ക് മനസ്സിലായി അല്ലേ? വെറുതെ തല്ലുണ്ടാക്കാൻ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നിനക്ക് ഉറക്കം വന്നിട്ട് തന്നെയാണോ? ഇയാൾക്ക് എന്താ ഇപ്പോൾ വേണ്ടേ? കയ്യിലുള്ള എല്ലാം നിലത്തേക്കിട്ടുകൊണ്ട് കൈ കെട്ടി നിന്ന് ദേഷ്യത്തിൽ ചോദിച്ചു.
നീയൊന്ന് പുറത്തേക്ക് പോരുന്നോ? പുറത്തേക്കോ? ഈ രാത്രിയിൽ ഭ്രാന്തൊന്നുമില്ലല്ലോ അല്ലേ? ദേവിക, ഞാൻ കാര്യത്തിലാണ്, എനിക്കൊന്ന് സംസാരിക്കണം. അതിനാണ് ചോദിച്ചത്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുവോ എന്ന്. അത് കേട്ടതും അവളൊന്ന് അമർത്തി മോളി. എന്നാ വാ. അവൻ്റെ കൂടെ അവളും പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവനൊന്ന് സ്റ്റോപ്പായി.